ചാപ്റ്ററാണ് ഈ 5-ാം അധ്യായം. 1 തൊട്ട് 9 വരെയുള്ള വചനങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഇതിനുശേഷം യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സേദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേക രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇറങ്ങുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയും എടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അപ്പൊ ഇതാണ് 1 തൊട്ട് 9 വരെയുള്ള വചനങ്ങള്. ഇതിനകത്ത് ഇംഗ്ലീഷ് ബൈബിളില് 1-ാമത്തെ വാക്യത്തില് ആഫ്റ്റർ ദിസ് there was a Jewish festival and Jesus went up to Jerusalem എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ went up to Jerusalem എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത്? Since the holy city is located in the mountains approximately 2600 feet above sea level. അപ്പൊ ഇത്രയും ഉയർന്ന് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ വെന്റ് അപ് ടു ജെറുസലേം എന്നുള്ള യൂസേജ് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് യേശു തിരുനാളിന് ജെറുസലേമിലേക്ക് പോയി എന്ന് മാത്രമാണ്. ഇത് ഏത് തിരുനാള് എന്ന് വിശുദ്ധ യോഹന്നാൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പൊ പല സ്കോളേഴ്സും ഇതിനെപ്പറ്റി ഈ പെരുന്നാള് ഫീസ്റ്റ് ഓഫ് വീക്സ് എന്ന പെരുന്നാളാണ്, എന്ന തിരുനാളാണെന്ന് പറയുന്നുണ്ട്. ഹീബ്രുവില് ഷാവൂത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് പെൻഡക്കോസ്റ്റ് എന്ന AD 1st സെഞ്ചുറിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന തിരുനാളാണ് ഇത് എന്നാണ് പല സ്കോളേഴ്സും ഇതിനെപ്പറ്റി പറയുന്നത്. ഈ പെന്തക്കോസ്റ്റിന്റെ ഫീസ്റ്റ് നമുക്കറിയാം, ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലങ്ങളുടെ തിരുനാളിന്റെ 50 ദിവസത്തിന് ശേഷം വരുന്ന തിരുനാളാണ് പെന്തക്കോസ്റ്റ് തിരുനാൾ. അപ്പൊ ഈ പെരുന്നാളിന്റെ അല്ലെങ്കിൽ ഈ തിരുനാളിന്റെ പ്രത്യേകതയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ പോലെയും, അതുപോലെ കൂടാര തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ്, ഈ തിരുനാളുകൾ പോലെയും ഇതൊരു പിൽഗ്രിം ഫീസ്റ്റ് ആണ്. എന്ന് വെച്ചാല് എല്ലാ ആണുങ്ങളായിട്ടുള്ള ജ്യൂസും അവര് ഈ തിരുനാള് അവിടെ ദേവാലയത്തിൽ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാളാണ്. ഇത് ഈ 3 സമയങ്ങളില് എല്ലാ ആൾക്കാരും ഇതില് സംബന്ധിക്കേണ്ടതുണ്ടെന്നുള്ളതിന്റെ ആ ഒരു വാചകമാണ് എക്സോഡസ്, പുറപ്പാടിന്റെ പുസ്തകത്തിൽ 23 അധ്യായത്തിൽ 14 തൊട്ട് 17 വരെയുള്ള ഈ തിരുനാളുകളെ പറ്റിയുള്ള വിവരണങ്ങളിൽ നമുക്ക് കാണാം. 3 times a year all your men folk will appear before Lord Yahweh. അപ്പൊ ഈ 3 തിരുനാളിലും ആണുങ്ങളായിട്ടുള്ള എല്ലാ യഹൂദരും ദേവാലയത്തിൽ വരേണ്ടതുണ്ട്. അപ്പോൾ ഈ തിരുനാള് പെന്തക്കോസ്റ്റ് തിരുനാളാണ്, അല്ലെങ്കിൽ ഫീസ്റ്റ് ഓഫ് വീക്സ് എന്ന് പറയുന്ന തിരുനാളാണെന്നാണ് കുറെ അധികം സ്കോളേഴ്സ് പറയുന്നത്. എന്നാൽ മറ്റു ഒരു ചെറിയ വിഭാഗം ആൾക്കാര് ഇത് ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ്, കൂടാര തിരുനാളാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഈ അഗാപ്പയിലും ഇത് ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ് ആണെന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ് ആണെന്ന് ഇവർ പറയാനുള്ളത് എന്നുള്ളതിന് കുറച്ച് കാരണങ്ങൾ ഇവർ പറയുന്നുണ്ട്. John's gospel seems to count the years of Jesus' ministry by the feast of Passover or unleavened bread at the beginning of liturgical year in March, April, and the feast of tabernacles at the end of liturgical year in September, October. അപ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിനനുസരിച്ച് ലിറ്ററജിക്കൽ ഇയർ കണക്കാക്കുമ്പോൾ ഈ പാസ് ഓവറിന്റെ തിരുനാൾ വരുന്നത് മാർച്ച് ഏപ്രിലാണ്. എന്നാൽ ടബർനാക്കിൾസ്, കൂടാര തിരുനാൾ വരേണ്ടത് സെപ്റ്റംബർ ഒക്ടോബർ ആണ്. അപ്പൊ ഈ ടൈം കണക്കാക്കിയിട്ടാണ് ഇവര്, അതുപോലെ ഈ കുറച്ച് സ്കോളേഴ്സ് ഇത് കൂടാര തിരുനാളാണെന്ന് പറയാനുള്ള കാരണം. പിന്നെ വേറൊരു കാരണം, the next chapter identifies the feast following this unnamed feast as the Passover, the feast that follows tabernacles in the liturgical calendar. അപ്പൊ ഈ തിരുനാൾ ഇത് ഏതാണെന്ന് വിശുദ്ധ യോഹന്നാൻ വ്യക്തമാക്കുന്നില്ല. പക്ഷെ ഇതിന് ശേഷം വരുന്ന തിരുനാള് പെസഹ, പാസ് ഓവറിന്റെ തിരുനാളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പാസ് ഓവർ വരേണ്ടത് കൂടാര തിരുനാളിന് ശേഷമാണ്. അപ്പൊ അതുകൊണ്ടും ഈ തിരുനാള് കൂടാര തിരുനാളാണെന്നാണ് അഗാപ്പയില് പറയുന്നത്.
ഇനി 5-ാമത്തെ അധ്യായത്തില് 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അപ്പൊ 10-ാമത്തെ വാക്യത്തില് ഈ ഈശോ പ്രവർത്തിച്ച ഈ അത്ഭുതം അത് സാബത്തിലാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിനകത്ത് പറയുന്നു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അപ്പൊ സാബത്ത് നമുക്കറിയാം സാറ്റർഡേ ആണ്. അപ്പം ദ ഫീസ്റ്റ് ഓഫ് വീക്സ് അല്ലെങ്കിൽ പെൻഡക്കോസ്റ്റ് ഓൾവേസ് ഫോൾ ഓൺ എ സൺഡേ. അതുകൊണ്ടാണ് ആദ്യത്തെ വിഭാഗം ആൾക്കാർ ഇത് ഫീസ്റ്റ് ഓഫ് പെൻഡക്കോസ്റ്റ് ആണ് എന്ന് പറയുമ്പോഴും ബാക്കി കുറച്ച് ആൾക്കാർ അതല്ല, ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ് ആണ് എന്ന് പറയാൻ കാരണം ഈ അത്ഭുതം നടക്കുന്നത് സാബത്ത് ഡേ ആണ്, അത് സാറ്റർഡേ ആണ്. പിന്നെ ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ് ലാസ്റ്റഡ് 8 days and therefore a Sabbath was always part of that celebration. ഇപ്പൊ കൂടാര തിരുനാൾ എന്ന് പറയുന്നത് 8 ദിവസമുണ്ട്. അപ്പോൾ സാബത്ത് അതിനകത്ത് വരുന്ന ഒരു ദിവസമായിരിക്കും. അപ്പൊ ഈ കണക്കുകളെല്ലാം വെച്ച് നോക്കിയിട്ട് ഇത് ഫീസ്റ്റ് ഓഫ് പെൻഡക്കോസ്റ്റ് അല്ല, പക്ഷെ ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ് ആണെന്നാണ് ഒരു കൂട്ടം സ്കോളേഴ്സ് പറയുന്നത്. അഗാപ്പയിലും അവര് അത് തന്നെയാണ് പറയുന്നത്. ഇനി ഈ നടക്കുന്ന അത്ഭുതത്തെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. The sign of the healing waters of the pool of Bethsaida is a clue that links this event in chapter 5 to the Feast of Tabernacles. ഇത് ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ് ആണ് എന്ന് പറയാനുള്ള മറ്റൊരു കാരണമാണിത്. ഈ ബെത്സൈദ കുളത്തിനെ പറ്റിയുള്ള ഈ അത്ഭുതം ഇത് ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദ ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾ ഈസ് എ ഫീസ്റ്റ് ഓഫ് ലൈറ്റ് ആൻഡ് വാട്ടർ. കൂടാര തിരുനാൾ എന്ന് പറയുന്നത് ലൈറ്റിന്റെയും വെള്ളത്തിന്റെയും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിരുനാളാണ്. Light is a sign of the descent of the Shekinah glory in Solomon's day and looks forward to the return of Shekinah in the days of Messiah, and water a sign, the spirit of God's grace. We will see the importance of these symbols in the celebration of Feast of Tabernacles in Jesus' discourse in chapter 7. അപ്പം ഈ ഒരു റീസണും കൂടെ വെച്ചിട്ടാണ് അഗാപ്പയിൽ അല്ലെങ്കിൽ ഈ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ് ഇത് ഫീസ്റ്റ് ഓഫ് പെന്തക്കോസ്റ്റ് അല്ല, ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ് ആണെന്ന് പറയുന്നത്. കാരണം ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസിൽ അസോസിയേറ്റ് ചെയ്യുന്നത് ലൈറ്റും വെള്ളവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഈശോയുടെ ഈ സൈനില്, ഈ നടക്കുന്ന അത്ഭുതത്തിലും ഈ വെള്ളത്തെയും ബന്ധപ്പെടുത്തിയിട്ടുള്ളതായതുകൊണ്ട് ഇത് ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ് തന്നെയാണ് എന്നാണ് ഇവര് പറയുന്നത്. ലൈറ്റ് നമുക്കറിയാം, കൂടാരം സ്ഥാപിച്ചതിന് ശേഷം ശക്തിയ വന്ന് നിറഞ്ഞതിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ അവര് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇത് തന്നെയാണ് ഈ ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസിനെ ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി 7-ാമത്തെ ചാപ്റ്ററിൽ ഈശോ ഇതിനെ പറ്റിയുള്ള ഈ സിംബൽസിനെ പറ്റി ഈശോ കൂടുതലായിട്ട് പറയുന്നതുകൊണ്ട്. അപ്പൊ ഈ എല്ലാ കാരണങ്ങളാലും വെച്ച് ഒരു കൂട്ടം സ്കോളേഴ്സ് പറയുന്നത് യോഹന്നാൻ ശ്ലീഹ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കൂടാര തിരുനാളിനെ പറ്റി തന്നെയാണ്, പെന്തക്കോസ്റ്റിനെ പറ്റി അല്ല എന്ന് പറയുന്നു. ഇനി 2-4 വരെയുള്ള വചനങ്ങളില് ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബെത്സൈദ എന്ന് വിളിക്കുന്ന കുളമുണ്ടായിരുന്നു, അതിന് 5 മണ്ഡപങ്ങളും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ പാട്ട്. ഈ വചനങ്ങളോട് കൂടെ ചില പഴയ കയ്യെഴുത്ത് പ്രതികളിൽ കുറച്ചും കൂടെ കൂടി എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: ക്രൗഡ്സ് ഓഫ് സിക്ക് പീപ്പിൾ, ബ്ലൈൻഡ്, ലെയിം, പാരലൈസ്ഡ്, വെയിറ്റിംഗ് ഫോർ ദ വാട്ടർ ടു മൂവ്. For at intervals the angel of the Lord came down into the pool and the water was disturbed. And the first person to enter the water after the disturbance was cured of any ailment from which he was suffering. അപ്പൊ ഈ പാട്ട് ഇപ്പൊ നമ്മൾ വായിച്ച പോർഷനിലില്ല, പല ബൈബിളിലും ഈ പാട്ട് മിസ്സിംഗ് ആണ്. അന്നേരം പഴയ പല കയ്യെഴുത്ത് പ്രതികളിലും ഈ ഒരു പാട്ട് ഉണ്ട്. കാരണം ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഒരു മാലാഖ പ്രത്യേക സമയങ്ങളിൽ ഈ വെള്ളം ഇളക്കുമായിരുന്നു. അപ്പൊ ആ സമയം ആദ്യം വെള്ളം ഇളകിയതിന് ശേഷം ആദ്യം ആര് ആ വെള്ളത്തിൽ ഇറങ്ങുന്നോ ആ ആള് സുഖപ്പെടുത്തപ്പെട്ടു എന്നുള്ള ആ കാര്യം നമ്മൾ ഇപ്പോൾ വായിച്ച ഭാഗത്ത് അല്ലെങ്കിൽ ചില ബൈബിളുകളിൽ ഇല്ല. അപ്പോൾ the passage is assigned as a footnote in most Bible translations. എന്നാൽ
പല ട്രാൻസ്ലേഷനിലും ഈ പാസേജ് ഒരു ഫുട് നോട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഇൻ മെനി ഏൻഷ്യൻ ട്രാൻസ്ലേഷൻസ്. മറ്റു പല ഏൻഷ്യൻ ട്രാൻസ്ലേഷനും ഇതില്ല, പക്ഷേ ഫുട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് സെന്റ് ജെറോം, ഹു ട്രാൻസ്ലേറ്റഡ് ഫ്രം ദ ഓൾഡസ്റ്റ് ഗ്രീക്ക് ആൻഡ് ഹീബ്രു ടെക്സ്റ്റ്, ഇൻക്ലൂഡഡ് ദിസ് പാസേജ് ഇൻ ഹിസ് വുൾഗാറ്റ് ലാറ്റിൻ ട്രാൻസ്ലേഷൻ, ആൻഡ് സെന്റ് ജോൺ ക്രിസോസ്റ്റം ഓൾസോ ഇൻക്ലൂഡഡ് ദിസ് പാസേജ്. പല ബൈബിൾ ട്രാൻസ്ലേഷനിലും ഇതില്ലെങ്കിലും ഏറ്റവും ഓൾഡസ്റ്റ് ഗ്രീക്ക് ഹീബ്രു ഭാഷകളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന വുൾഗാറ്റിലും അതുപോലെ സെന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ ട്രാൻസ്ലേഷനിലും സെന്റ് ജെറോമിന്റെ ട്രാൻസ്ലേഷനിലും എല്ലാം ഈ പാസേജ് ഫുട് നോട്ട് ആയിട്ടല്ല, അല്ലാതെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Saint John wrote, "An angel came down and troubled the water and endued it with a healing power, that the Jews might learn that much more could the Lord of angels heal the disease of the soul. Yet as here it was not simply the nature of the water that healed, for then this would have always taken place, but water joined to the operation of the angel. So in our case, it's not merely the water that works, but when it has received the grace of the Spirit, then it puts away all our sins." അപ്പോൾ ഇതിൻ്റെ ഈ ഫുട് നോട്ടിന്റെ അല്ലെങ്കിൽ ഈ ചില ട്രാൻസ്ലേഷനിലൊക്കെ ഫുട് നോട്ട് അല്ലാതെ ആഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ സെന്റൻസിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. അതായത് മാലാഖ വന്ന് വെള്ളം ഇളക്കുമ്പോൾ മാത്രമാണ് സൗഖ്യം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. കാരണം ഈ വെള്ളത്തിനല്ല പവർ, വെള്ളത്തിനാണ് പവറെങ്കിൽ എപ്പോൾ ആൾക്കാർ വെള്ളത്തിൽ ഇറങ്ങിയാലും അവർക്ക് സൗഖ്യം കിട്ടണമായിരുന്നു. എന്നാൽ ഇവിടെ ആ വെള്ളത്തിന്റെ പവർ അല്ല, മറിച്ച് ദൈവത്തിന്റെ കൃപ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതാണ് അവിടെ എന്താ പവറായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാലാഖ ചില സമയങ്ങളിൽ വെള്ളം വിളക്കുന്നു എന്നുള്ള പാസേജ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. In chapters 3 and 4, we had the themes of new birth and healing of the soul through water and spirit. Now John leads us to the healing waters of the famous pools of Bethsaida. ഇതിന് മുന്നിലെ 3-ാമത്തെയും 4-ാമത്തെയും അധ്യായങ്ങളിൽ നമ്മൾ കണ്ടതാണ് പുതിയ ജനനം, അതായത് ജലത്താലും ആത്മാവിനാലുമുള്ള പുതിയ ജനനത്തെ പറ്റിയൊക്കെ യോഹന്നാൻ ശ്ലീഹ വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെയും വീണ്ടും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്, അതായത് ഹീലിംഗ് വാട്ടേഴ്സ് ഓഫ് ബെത്സൈദ. പഴയ നിയമത്തില് അല്ലെങ്കിൽ ഈശോയുടെ ശരിയായ കുരിശുമരണത്തിനൊക്കെ മുന്നേയുള്ള കാര്യങ്ങൾ നമ്മൾക്കറിയാം, വരാനിരിക്കുന്നതിന്റെ നിഴലാണ്. അതുപോലെ ഇവിടെയും ഈ ഹീലിംഗും മാമോദിസായുടെയും പാപമോചനത്തിന്റെയും ഒക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ നിഴലായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി പൂളിനെ പറ്റിയുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ദ പൂൾ വാസ് ഓൾസോ കോൾഡ് ദ പ്രൊബാറ്റിക് പൂൾ ബിക്കോസ് ഇറ്റ് വാസ് ബിസൈഡ് ദ പ്രൊബാറ്റിക് ഗേറ്റ് ഓർ ദ ഷീപ്പ് ഗേറ്റ്. It was only through this gate that the animals which were approved for the sacrifices in the temple entered the city. നമുക്കറിയാം അവരുടെ ജെറുസലേം ദേവാലയത്തിന്റെ അതെങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പല പ്രാവശ്യം വിശദമായി കണ്ടതാണ്. അപ്പോൾ അനിമൽസിന് കയറാനുള്ള കവാടങ്ങൾ എവിടെ, അപ്പോൾ അവരെ അനിമൽസിന് ഇതിനു മുന്നേ കയറ്റുന്നതിന് മുന്നേ ശുദ്ധിയാക്കേണ്ട കാര്യങ്ങൾ, പുരോഹിതർക്ക് ശുദ്ധിയാക്കാനുള്ള, ഇതിനെപ്പറ്റി നമ്മൾ വളരെ വിശദമായി അതിന്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബെത്സൈദ പൂളിന്റെ മറ്റൊരു പേര് പ്രൊബാറ്റിക് പൂൾ ആണ് എന്ന് പറയുന്നു. ഈ പൂള് ഈ അനിമൽസിനെ, ബലിയർപ്പിക്കാനുള്ള അനിമൽസിനെ കൊണ്ടുപോകുന്നതിന് തൊട്ട് സൈഡിലായിട്ടാണ് ഉണ്ടായിരുന്നത്, അവർക്ക് അവയെ ശുദ്ധി വരുത്താനായിട്ട്. ഇനി ഈ പൂളിന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. ദ പൂൾ വാസ് ഡിസ്ട്രോയിഡ് വെൻ ദ റോമൻ ആർമി ലെവൽഡ് ദ സിറ്റി ഇൻ 17 AD. റോമൻ പട്ടാളക്കാർ ഇവിടെ കംപ്ലീറ്റ് നശിപ്പിച്ചപ്പോൾ ഈ കുളവും നശിപ്പിക്കപ്പെട്ടു. ബട്ട് ആർക്കിയോളജിസ്റ്റ് റീഡിസ്കവേർഡ് ഇറ്റ് ഇൻ ദ 1890s. പിന്നീട് 1890-കളിൽ ഭൂഗർഭ ശാസ്ത്രജ്ഞർ ഇത് വീണ്ടും കണ്ടുപിടിക്കുകയുണ്ടായി. Excavated out of rock, the pool was discovered to have a large rectangle surrounded by 4 galleries, with a 5th dividing the rectangle into 2 pools. It has 5 porticos, just as John described in his gospel. അപ്പം 2-ാമത്തെ വാചകത്തിൽ പറയുന്നുണ്ട് ബെത്സൈദ എന്ന് വിളിക്കുന്ന കുളമുണ്ടായിരുന്നു, അതിന് 5 മണ്ഡപങ്ങളും. അപ്പോൾ ഈ റോമൻ പട്ടാളക്കാർ ഇത് നശിപ്പിച്ചതിന് ശേഷം 1890-കളിൽ ഇത് വീണ്ടും കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ യോഹന്നാൻ ശ്ലീഹ വിശദീകരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതിന് 5 പോർട്ടിക്കോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്
ആ ബെത്സൈദ എന്ന് പറയുന്ന പൂള് ഈ പ്രൊബാറ്റിക് പൂളാണ് എന്നാണ് അവര് അത് ഇവിടെ സമർത്ഥിച്ചു വരുന്നത്. Identification of the name of the pool was later made possible by the reference in the copper scroll of the Dead Sea Scrolls. The reference to this pool in the copper scroll seems to indicate the meaning is place of flowing. Most scholars accept that the Hebrew name of the pool and the area of the city was as testified to by the copper scroll in Hebrew, Beth-Esda, place of flowing or the place of drawing. അപ്പോൾ ഇത് വീണ്ടും ഇത് തന്നെയാണ് എന്നുള്ളതിന് തെളിവായിട്ട് ഡെഡ് സീ സ്ക്രോൾസ് ഒക്കെ വീണ്ടും കണ്ടെടുക്കുന്ന സമയങ്ങളിൽ ഇതിനെ പറ്റിയുള്ള റെഫറൻസ് ഉണ്ട്. അപ്പം ഹീബ്രുവിലെ ബെത്സൈദ എന്ന ആ പേരിന്റെ അർത്ഥം പ്ലേസ് ഓഫ് ഫ്ലോയിങ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ഡ്രോയിങ് എന്നാണ്. അതായത് വെള്ളം ഒഴുകുന്ന സ്ഥലം അല്ലെങ്കിൽ വെള്ളം കോരുന്ന സ്ഥലം എന്നൊക്കെ മീനിങ് വരുന്ന രീതിയിൽ ബെത്സൈദ എന്ന ഹീബ്രു പേരിന്റെ അർത്ഥം ഇതാണ്. അപ്പോൾ ഈ ഡെഡ് സ്ക്രോൾസിലും നമ്മൾ ഈ പൂളിനെ പറ്റിയുള്ള റെഫറൻസ് കാണുന്നുണ്ട്. പിന്നെ ഈ പ്രൊബാറ്റിക് പൂള് വീണ്ടും റീഡിസ്കവർ ചെയ്തു. അപ്പോൾ ബെത്സൈദ എന്ന് പറയുന്നത് ഈ പ്രൊബാറ്റിക് പൂളാണ് എന്നിവിടെ പറഞ്ഞു വെക്കും. John clearly states that there is a pool called Bethsaida using the present tense. അപ്പൊ യോഹന്നാൻ സ്ലീഹ ഇപ്പോൾ ഈ കുളത്തിനെ പറ്റി എഴുതുന്ന സമയത്ത് അത് പ്രസന്റ് ടെൻസിലാണ് എഴുതുന്നത്. there was എന്നല്ല എഴുതിരുന്നത്, there is a pool. But scholars who support and dating of this gospel prior to the destruction of Jerusalem in 17 AD use this verse as evidence. അപ്പം യോഹന്നാൻ സ്ലീഹയുടെ ഈ സുവിശേഷം ജെറുസലേം ദേവാലയം 70 AD നശിപ്പിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടതാണെന്നുള്ളതിനൊരു തെളിവായിട്ടാണ് ഈ യൂസേജ്, അതായത് ഇസ് പ്രസന്റ് ടെൻസിനുള്ള ഈ യൂസേജ് അവര് കാണിക്കുന്നത്. അവർ പറയുന്നു ഈ സുവിശേഷം ഈ ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് എഴുതിയതാണ് എന്നുള്ളതിന് തെളിവായിട്ട് അവർ പറയുന്നു. ഇനി വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇതിനെപ്പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. സെയിന്റ് ജോൺ ക്രിസോസ്റ്റം taught that the pool of Bethsaida was a symbol of the promise of Christian baptism. നമ്മുടെ മാമോദീസായുടെ ഒരു സിമ്പലാണ് ഈ ബെത്സൈദ കുളം. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ലൈറ്റ് ആൻഡ് വാട്ടറിനെ പറ്റി കണക്ട് ചെയ്ത് സംസാരിക്കുന്നത് പോലെ പഴയ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതിന്റെ നിഴലാണെന്ന് പറഞ്ഞതുപോലെ ഈ ബെത്സൈദ കുളത്തിൽ നടക്കുന്ന ഈ രോഗശാന്തി മാമോദീസയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു സിമ്പലാണ്. Like so many old covenant symbols and institutions, it was incomplete. അതായത് പലതും അപൂർണമായിരുന്നത് പോലെ ഇതിനകത്ത് കാര്യങ്ങളും അപൂർണമായിരുന്നു മാത്രം. This ancient healing pool only cured physical ailments and only cured one person now and then. ഈ പൂളിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇവിടെ മാലാഖ വെള്ളം ഇളക്കുമ്പോൾ സംഭവിക്കുന്നത് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സൗഖ്യം മാത്രമേ നടക്കുന്നുള്ളൂ. അതും ഒരൊറ്റയാളെ മാത്രമേ ഒരു സമയത്ത് സൗഖ്യപ്പെടുത്തിയിരുന്നുള്ളൂ. ബട്ട് ബാപ്റ്റിസം, സെയിന്റ് ജോൺ assures us, heals the soul and it is available to everyone who comes to Christ in faith. പക്ഷെ മാമോദീസായിൽ സംഭവിക്കുന്നത് ഫിസിക്കലായിട്ടുള്ള അത് മാത്രമല്ല, അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള സൗഖ്യമല്ല അവിടെ നടക്കുന്നത്, പക്ഷെ ആത്മാവിന്റെ സൗഖ്യമാണ് സംഭവിക്കുന്നത്. അതുപോലെ ഇത് അവൈലബിൾ ടു എവ്രി വൺ ഹൂ കംസ് ടു ക്രൈസ്റ്റ് ഇൻ ഫെയ്ത്ത്. യേശുവിനോടുള്ള വിശ്വാസത്തോടെ മാമോദിസ സ്വീകരിക്കുന്ന എല്ലാവർക്കും ഈ ആത്മാവിന്റെ സൗഖ്യം സംഭവിക്കുന്നു. However, Saint John reminds us, in both cases, in baptism and at the pool of Bethsaida, God's power is shown through the natural element of water. നമ്മൾ ഇത് മുന്നേ പറഞ്ഞതാണ്. അതായത് വെറുതെ വെള്ളത്തിന്റെ ശക്തി ആയിരുന്നെങ്കിൽ എല്ലാ സമയത്തും അത്ഭുതം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇത് വെള്ളത്തിന്റെ ശക്തി അല്ല, ദൈവത്തിന്റെ കൃപയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മാലാഖ വെള്ളം ഇളക്കുന്ന സമയത്ത് മാത്രം ഇത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മാമോദീസായിലും ദൈവത്തിന്റെ പവറിനാലാണ് ആത്മാവിന്റെ രക്ഷ സംഭവിക്കുന്നത്. ഇനി 5 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങള്. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിത് വായിച്ചതാണ്. ഈശോ ചോദിക്കുന്ന ആ ക്വസ്റ്റ്യനൊക്കെ, സുഖമാകുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഈശോ ചോദിക്കുന്നല്ലോ. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ വുഡ് ജീസസ് ആസ്ക് എ മാൻ ഹു ഈസ് സോ ഒബ്വിയസ്ലി സഫറിംഗ് ഇഫ് ഹി വാണ്ട്സ് ടു ബി ഹീൽഡ്? അപ്പോൾ
ഇതൊരു എന്താ പറയാ നിരർത്ഥകമാണെന്ന് നമുക്ക് തോന്നുന്ന പോലെ ഈശോ ചോദിക്കുകയാണ്. അയാൾ 38 വർഷമായി ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് ചോദിക്കുക, നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? അതെന്തൊരു ചോദ്യമാണെന്ന് നോക്കൂ. എന്തുകൊണ്ടാണ് ഈശോ അത് ചോദിക്കുന്നത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെയാണ്? ജീസസ് വിൽ കണക്ട് ദ മാൻ സഫറിംഗ് ടു സിൻ ഇൻ വേഴ്സ് 14. 14ാമത്തെ വാചകം നമുക്കൊന്ന് നോക്കാം. അതിങ്ങനെയാണ്: പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അപ്പൊ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈശോ ഇയാളുടെ ഈ സഹനത്തെ, ഇയാളുടെ ഈ അസുഖത്തെ അയാളുടെ പാപവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവിടെ ഈശോ പറയുന്നത്. The man must sincerely want to be healed, just as all of us must make a sincere act of contrition in our desire to be healed of sin through the sacrament of reconciliation. അപ്പൊ അതായത് ഇവിടെ ആത്മാവിന്റെ സൗഖ്യം നടക്കുന്ന ബാപ്റ്റിസത്തില് ഒക്കെ നടക്കുന്നതിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു നിഴലായിട്ടുള്ള സംഭവമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത് നമ്മൾക്കും കൂടെ മനസ്സിലാക്കി തരാനായിട്ടാണ് ഈശോ ഇവിടെ ഇയാളെ സിന്നുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്നത്, നിനക്ക് സുഖമാകാൻ ആഗ്രഹമുണ്ടോ? അപ്പൊ നമുക്കും പാപമോചനം സംഭവിക്കണമെങ്കിൽ നമ്മളുടെ സിൻസിയർ ആക്ട് ഓഫ് കൺട്രീഷൻ, ശരിയായ ഒരു പശ്ചാത്താപം നമുക്കുണ്ടായിരിക്കണം. നമുക്കറിയാം, അല്ലെങ്കിൽ അത് കുമ്പസാരത്തിലാണെങ്കിലും പാപമോചനം സംഭവിക്കുന്നത് ശരിയായ ആക്ട് ഓഫ് കൺട്രീഷൻ ഉള്ളതിലാണ്, ശരിയായ പശ്ചാത്താപം ഉള്ളപ്പോഴാണ്. അല്ലെങ്കിൽ അത് കള്ളക്കുമ്പസാരമായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ഈശോ ചോദിക്കുന്നത്. നമുക്ക് ശരിയായ രീതിയിൽ രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം. ഇനി why do you think John mentions that the man had been ill 38 years? What significance does this number of years have in the history of Israel? ഇനി 38 വർഷമായി തളർന്നു കിടക്കുന്നതെന്ന് എടുത്തു പറയുന്നുണ്ട്. എന്താണ് ഈ 38 വർഷത്തിന്റെ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇസ്രായേലിന്റെ ഹിസ്റ്ററിയിൽ? നമുക്ക് നമ്പേഴ്സ് 13ാമത്തെ ചാപ്റ്ററിൽ നമ്മൾക്ക് അറിയാം, യാഹ്വേ മോസസിനോട് പറയുന്നുണ്ട് കുറച്ച് ആൾക്കാരെ ഈ ലാൻഡ് ഓഫ് കാനാൻ പ്രദേശം നോക്കുവാനായിട്ട് അവരെ പറഞ്ഞു വിടാനായിട്ട് പറയുന്നുണ്ട്, അവിടെ പോയി നിരീക്ഷിച്ചിട്ട് വരാനായിട്ട്. Yahweh commands Moses to send out men, one from each tribe, to reconnoiter the land of Canaan. Only Joshua of the tribe of Ephraim and Caleb of the tribe of Judah believed they could conquer the land, and others had no faith. അപ്പൊ 12 ഓരോ ട്രൈബിൽ നിന്ന് ഓരോ ആൾക്കാരെ വീതം 12 പേരെ തെരഞ്ഞെടുത്ത് വിടുന്നുണ്ട്. പക്ഷേ ഓൺലി ജോഷുവയും അതുപോലെ ജൂഡായും മാത്രമേ ഈ ലാൻഡ് ഇസ്രായേൽക്കാർക്ക് കീഴടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും വന്നിട്ട് പറയുന്നത് നമ്മൾക്കത് ലാൻഡ് കീഴടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കേട്ട ഉടനെ പീപ്പിൾ ഓഫ് ഇസ്രായേൽ യഹോവയ്ക്കും എതിരെയും തിരികെയും മോസസിനും ആരോണിനും ഒക്കെ എതിരെ അഹ്റോനും ഒക്കെ എതിരെ തിരികെയും അവിടെ റിവോൾട്ട് ഉണ്ടാക്കണം, ഈജിപ്തിലേക്ക് മടങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ലഹളയുണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ ആൾക്കാരുടെ വിശ്വാസരാഹിത്യത്തെ പ്രതി നമ്മൾക്കറിയാം പിന്നെ എന്താണ് സംഭവിച്ചത്. അവര് മരുഭൂമിയിലെ 40 വർഷത്തോളം അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നു. ആസ് പണിഷ്മെന്റ് ഫോർ ദെയർ ലാക്ക് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദെയർ ഓപ്പൺ റെബലിയൻ, യാഹ്വേ കണ്ടംപ്റ്റ് ഇസ്രായേൽ ടു വാണ്ടർ ഫോർ 40 years. When they came to the boundary of the country of Moab, 38 years had passed, and all the men of the first generation had died except Joshua and Caleb. അപ്പം ജോഷുവയും കാലബും മാത്രമേ വിശ്വസിച്ചിരുന്നുള്ളൂ യാഹ്വേ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ ചെന്ന് ഇവർക്ക് കാനാൻ പ്രദേശം കീഴടക്കാൻ പറ്റുമെന്ന്. ബാക്കി എല്ലാവരും വിശ്വസിച്ചില്ല, ദൈവത്തെ വിശ്വസിച്ചില്ല, അവര് മറുതലിച്ചു. അപ്പൊ അതിന്റെ ഫലമായിട്ട് 38 വർഷം അവര് കറക്റ്റ് 38 വർഷം കഴിയുമ്പോഴാണ് അവര് ഇതിന്റെ അതിർത്തി പ്രദേശത്ത് എത്തുന്നതും. അന്ന് ഈ പറ്റില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കാതിരുന്ന ഫസ്റ്റ് ജനറേഷനിലുള്ള എല്ലാ ആൾക്കാരും മരിക്കുകയും ചെയ്തു. ആകെ വിശ്വസിച്ച 2 പേര് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അപ്പൊ ഈ കണക്ഷനാണ് ഈ 38 വർഷമായി തളർവാദ രോഗം പിടിച്ചു കിടന്ന ആള് എന്ന് യോഹന്നാൻ ശ്ലീഹ കൃത്യമായി പറയാൻ കാരണം. അപ്പോൾ 38 വർഷത്തെ അവരുടെ ഒരു പാപത്തിന്റെ ഒരു സഫറിങ് എന്ന നിലയിലാണ് ഈ മനുഷ്യന്റെ 38 വർഷത്തെ സഫറിങ്ങിനെ ഇവിടെ സൂചിപ്പിക്കുന്നത്. The man by the Bethsaida pool suffered 38 years due to some unspecified sin. ഇവിടെ എന്താണ് പാപം എന്ന് പറയുന്നില്ല, ഈശോയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്.
And this becomes a comparison to the suffering of the children of Israel for 38 years in the wilderness because of their sin. അപ്പോൾ അന്ന് സംഭവിച്ച അവരുടെ ഇസ്രായേൽക്കാരുടെ പാപത്തിന്റെ ഫലമായിട്ട് അവർക്കുണ്ടായ സഫറിങ്ങിന്റെ കമ്പാരിസനാണ്, അല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ 38 വർഷമായി സഹിക്കുന്ന ആളെ പറ്റി പറയുന്നത്. In both cases, in spite of their sins, God did not abandon them. After the time of their penitence, God gave them Joshua to lead them into the promised land. Jesus, the new Joshua, will heal the man who is a symbol of the paralyzed nation, and he will heal Israel and lead the old covenant church to the promised land. അപ്പോൾ രണ്ട് സംഭവങ്ങളിലും ദൈവം ഇവരെ ഉപേക്ഷിക്കുന്നില്ല. ആദ്യത്തെ കേസിൽ അവരുടെ ആ പെനിറ്റൻസിന്റെ പ്രായശ്ചിത്തത്തിന്റെ സമയം കഴിയുമ്പോൾ ജോഷുവ അവരെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്നു. ഇവിടെ പുതിയ ജോഷുവായ ഈശോ, ഈ പാരലൈസ്ഡ് മാൻ, അയാള് പ്രതിനിധീകരിക്കുന്ന ഇസ്രായേലിനെ മൊത്തമാണ്. അപ്പം ഇസ്രായേലിനെ പുതിയ ഉടമ്പടിയിലേക്കും പുതിയ പ്രോമിസ്ഡ് ലാൻഡിലേക്കും ഈശോ നയിക്കുന്നു. അപ്പൊ രണ്ട് കേസിലും ദൈവം അവരെ ഉപേക്ഷിച്ച് കളയുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ഈശോയുടെ മൂന്നാമത്തെ സൈൻ. അപ്പം സ്കോട്ട് ഹാൻ ഇതിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ദ ഡിസെപ്ഷൻ ഓഫ് ദ 10 spies of imperfect faith who led Israel into rebellion against God is the symbolic of the first century Jews who rejected Christ as the Messiah and who were deceiving the old covenant church and leading them into rebellion against Christ and the new covenant church. അപ്പൊ നമ്മൾ കണ്ടു, പഴയ നിയമത്തില് കാനാൻ ദേശത്തേക്ക് സ്പൈ ചെയ്യാനായിട്ട് വിട്ട 12 പേരില്, ഓരോ ട്രൈബിൽ നിന്നും ഓരോ ആൾക്കാരെ വിട്ട 12 പേരിൽ ആ 10 പേരും വിശ്വാസരാഹിത്യം ഉള്ളവരായിരുന്നു. അവര് സിംബിളൈസ് ചെയ്യുന്നത് ഈശോയുടെ കാലത്തെ ഇസ്രായേൽ ജനങ്ങളെയാണ്. അപ്പോൾ അന്ന് ആ 10 പേരാണ് ജനങ്ങളെ യാഹ്വേക്ക് എതിരെയായിട്ട് റെബല്യന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ലഹളയ്ക്ക് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തതെങ്കിൽ, ഇവിടെ ഫസ്റ്റ് സെഞ്ചുറി ജൂസ് ഈശോയെ റിജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എന്താ പറയുന്നത്, ഈശോയ്ക്ക് എതിരായിട്ട് ജനങ്ങളെ തിരിയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ 10 പേര് ഇന്നത്തെ ഫസ്റ്റ് സെഞ്ചുറി ഈശോയുടെ കാലത്തെ ജനങ്ങളെ തിരിക്കുന്ന ആൾക്കാരെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഡോക്ടർ സ്കോട്ട് ഹാൻ പറയുന്നത്. ഇനി 10 തൊട്ട് 18 വരെയുള്ള വാചകങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ സൗഖ്യത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് 10 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിലുള്ളത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓൺ വാട്ട് ഡേ ഡസ് ദിസ് തേർഡ് സൈൻ ഒക്കർ? ഈ മൂന്നാമത്തെ അത്ഭുതം ഏത് ദിവസമാണ്? അപ്പൊ നമ്മൾ മുന്നേ കണ്ടു, സാബത്ത് ദിവസമാണ്, അതായത് 7ാമത്തെ ദിവസമാണ്. അപ്പൊ ഇതായിരുന്നു ഇത് കൂടാര തിരുനാളാണ് എന്ന് ഒരു കൂട്ടം സ്കോളേഴ്സ് പറയാനുണ്ടായിരുന്ന കാരണം നമ്മൾ കണ്ടു. കാരണം ഇത് സാബത്ത് ദിവസം സംഭവിച്ചത് കൊണ്ട്. പെന്തക്കോസ്റ്റ് ആയിരുന്നെങ്കിൽ സൺഡേ ആയിരുന്നു വരേണ്ടിയിരുന്നതെന്ന്. ഹൗ ഡസ് ദിസ് ഇൻഫർമേഷൻ ലിങ്ക് us to the second and the first sign? അപ്പം ഈ സംഭവം എങ്ങനെയാണ് ആദ്യത്തെയും രണ്ടാമത്തെ അത്ഭുതവുമായി ബന്ധപ്പെടുന്നത്? The royal official son was healed at the 7th hour and the sign at Cana was the 7th day counting from as day 2. നമുക്കറിയാം ഒഫീഷ്യലിന്റെ ആളെ, ശതാധിപന്റെ മകനെ സുഖപ്പെടുത്തുന്നത് 7ാം മണിക്കൂറിലാണ്. അതുപോലെ കാനായിലെ അത്ഭുതം നടക്കുന്ന 7ാമത്തെ ദിവസമാണ്.
ഈ സംഭവം സാബത്ത് എന്ന് പറയുന്നത് 7ാമത്തെ ദിവസമാണ്. അപ്പൊ ഇതാണ് ഈ അത്ഭുതങ്ങളെല്ലാം തമ്മിലുള്ള ഒരു കണക്ഷൻ. ഇപ്പൊ ഈ 7 എന്നുള്ള നമ്പറിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. 7 is the number symbolic of spiritual perfection. The healing of the royal official's son shows Jesus' power over suffering and death, and that he is transforming believers into a new creation. അപ്പൊ ഈ 7 എന്ന് എല്ലാ അത്ഭുതങ്ങളിലും കൊണ്ടുവരാനുള്ള കാരണം ഈ 7 എന്നുള്ള നമ്പറിന്റെ പ്രത്യേകതയാണ് ജൂസിന്റെ ലൈഫിൽ. കാരണം ഇത് സ്പിരിച്വൽ പെർഫെക്ഷനെ സിംബിളൈസ് ചെയ്യുന്ന നമ്പറാണ്. അപ്പൊ ഇവിടെ ഈശോയുടെ സഫറിങ്, സഹനങ്ങളുടെയും മരണത്തിന്റെയും ഒക്കെ മേലെ ഈശോയ്ക്കുള്ള അധികാരത്തെയും പവറിനെയും കാണിക്കാനുള്ള അത്ഭുതമാണ് ഈ നടക്കുന്ന എല്ലാ അത്ഭുതം. Now this healing on the 7th day of a Jew suffering from sin that the old covenant cannot remove. There was no forgiveness of mortal sin, only for unintentional sin. Signifies that the imperfect old covenant will be transformed into a new covenant where Jesus in his perfection will offer complete healing and restoration. ഈ പഴയ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പഴയ നിയമത്തിൽ കാണുന്നതെല്ലാം എന്താ പറയുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു മുന്നോടിയാണ് എന്ന് പറയുന്നത് പോലെ ഇത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ കണ്ട്. ഫിസിക്കൽ എയിൽമെന്റിന് ശാരീരികമായിട്ടുള്ള സൗഖ്യമാണ് ഇവിടെ സംഭവിക്കുന്നതെങ്കിൽ ഈശോ ഇൻ ഹിസ് പെർഫെക്ഷൻ വിൽ ഓഫർ കംപ്ലീറ്റ് ഹീലിംഗ് ആൻഡ് റെസ്റ്റോറേഷൻ. ശാരീരിക സൗഖ്യം മാത്രമല്ല ഈശോ റെസ്റ്റോർ ചെയ്യുന്ന ആത്മാവിന്റെ സൗഖ്യവും പൂർണ്ണമായ പരിപൂർണമായിട്ടുള്ള ഹീലിംഗുമാണ് സംഭവിക്കുന്നത്. ഈ 13ാമത്തെ വാക്യത്തില് the man had no idea who it was since Jesus had disappeared as the place was crowded. Saint Cyril of Jerusalem in his homily on the healing of the paralytic taught that Jesus withdrew into the crowd, shunning praise, to teach us to serve God out of love and not to seek worldly recognition. അപ്പം ഈ സുഖം കിട്ടിയ ആൾക്ക് ഈശോ ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. കാരണം ഈശോ അപ്പോഴേക്കും മറഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് വിശുദ്ധ സിറിൽ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈശോ ചെയ്തത്, അതായത് ആൾക്കാരുടെ പ്രശംസയൊന്നും കിട്ടാതിരിക്കാനായിട്ട്. അതെന്തുകൊണ്ടാണ്? ടു ടീച്ച് us to serve God out of love and not to seek worldly recognition. അപ്പൊ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യേണ്ടത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, അല്ലാതെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പ്രശംസയും ബഹുമതിയും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. When we receive earthly acknowledgement for a good work that we have already received, our reward that could have been given to us in heaven. അപ്പൊ നമ്മള് ഈശോ ഇത് പറയുന്നുണ്ടല്ലോ, മനുഷ്യരിൽ നിന്ന് നമ്മൾ ഇതൊക്കെ മഹത്വമൊക്കെ നേടിക്കഴിയുമ്പോൾ നമുക്കിവിടെ കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്വർഗസ്നായ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് അതിന് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുക. Be careful not to parade your uprightness in public to attract attention. Otherwise, you will lose all reward from your Father in heaven. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ സിറിലിന്റെ ഹോംലീസ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Why were the Jews disturbed that Jesus told the man to rise and walk with his sleeping man? എന്തുകൊണ്ടാണ് യഹൂദർക്ക് ഇത് ഇടർച്ച ഉണ്ടാക്കാൻ കാരണം? അതായത് എഴുന്നേറ്റ് കിടക്കുകയും എടുത്ത് നടക്കുക എന്ന് പറയുമ്പോൾ യഹൂദർക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താണ്? നമുക്കറിയാവുന്നതാണ്. നോ വർക്ക് വാസ് ടു ബി ഡൺ ഓൺ ദ സാബത്ത്. അവരുടെ നിയമങ്ങൾ അനുസരിച്ച് സാബത്തിൽ യാതൊരു വക പ്രവൃത്തിയോ ജോലിയോ ചെയ്യാൻ പാടില്ല. അതിന് കാരണം എന്താണ്? ഗോഡ് റെസ്റ്റഡ് ഓൺ ദ 7th day of creation. Therefore, they observe Sabbath was the human counterpart of this divine rest. അപ്പം സൃഷ്ടികർമ്മത്തിന് ശേഷം 7ാം ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ദൈവത്തിന്റെ ഡിവൈൻ റെസ്റ്റിന് അതിനെ അനുകരിക്കാനായിട്ട് മനുഷ്യന്മാര് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കേണ്ട ഒരു ദിവസമാണ്. യാതൊരു പണിയും ചെയ്യാൻ പാടില്ല എന്നാണ് ജ്യൂസ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ കിടക്കയും എടുത്ത് നടക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു സാബത്തിനെതിരായിട്ടുള്ള സാബത്തിന്റെ ലംഘനമാണെന്ന് അവർ കരുതാൻ കാരണം. Is Jesus rejecting the old covenant Sabbath? അപ്പൊ ഈശോ ഇവിടെ സാബത്ത് ലംഘിക്കുന്നുണ്ടോ? If not, why does he seem to be in violation of the law? ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് ഇത്? ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം.
അപ്പൊ ഇത് സാബത്ത് ലംഘിക്കുന്നുണ്ടോ? ഹി ഈസ് നോട്ട് ഇൻ വയലേഷൻ ഓഫ് ദ ലോ. ഈശോ ശരിക്കും സാബത്ത് ലംഘിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ജീസസ് ഈസ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ റിയൽ മീനിങ് ഓഫ് ദ സാബത്ത്. ശരിക്ക് സാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇത് സാബത്തിൽ തന്നെ ഇത് ചെയ്യുന്നത്. We are expected to refrain from the material and from sinful works on the Sabbath. അപ്പോൾ ശരിക്കും സാബത്തിൽ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഈ ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ മുഴുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകളിൽ മുഴുകാതെ, അല്ലെങ്കിൽ പാപകരമായ പ്രവർത്തികളൊന്നും ഏർപ്പെടാതിരിക്കുക എന്നാണ് സാബത്തിൽ ഒന്നും ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്യാതിരിക്കുക എന്നുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ദ പ്രീസ്റ്റ് സ്റ്റിൽ പെർഫോം ദെയർ ഡ്യൂട്ടീസ് ഓൺ ദ സാബത്ത്. കാരണം പ്രീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ സാബത്തിൽ അവരുടെ ഡ്യൂട്ടികൾ ചെയ്തിരുന്നു. പിന്നെ പീപ്പിൾ ആർ ബോൺ ആൻഡ് പീപ്പിൾ ഡൈ ഓൺ ദ സാബത്ത്. സിൻസ് ഓൺലി ഗോഡ് ഹാസ് പവർ ഓവർ ലൈഫ് ആൻഡ് ഡെത്ത്, ഇറ്റ് ഫോളോസ് therefore that God still works on the Sabbath. അപ്പൊ ഇവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ, സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം വിശ്രമിച്ചു, ഒരു പണിയും ചെയ്തില്ല എന്നാണല്ലോ. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് സാബത്താണെങ്കിലും ആൾക്കാർ ജനിക്കുകയും സാബത്തിൽ ആൾക്കാർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആർക്കാണ് ജനനത്തിനും മരണത്തിനും ഒക്കെ മേലെ അധികാരമുള്ളത്? ദൈവത്തിന് മാത്രം. അപ്പൊ അതിനാൽ തന്നെ ദൈവം വെറുതെ ഇരിക്കുന്നു എന്നല്ല, ദൈവം സ്റ്റിൽ വർക്ക്സ് ഓൺ ദ സാബത്ത് എന്നാണ്. അപ്പോൾ ഇത് സാബത്ത് ലംഘിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സാബത്തിൽ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ യാതൊരു പണി ചെയ്യാതിരിക്കുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ഈശോ കൃത്യമായി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഈ അത്ഭുതം സാബത്തിൽ തന്നെ ചെയ്യുന്നത്. The concept of entering into God's rest is our communion with the Father on the Sabbath, in which we lay aside our labor and worship God, because that is the way we express our faith that he will supply us with our needs. അപ്പൊ എന്താണ് entering into God's rest എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കുള്ള അർത്ഥം? നമ്മൾ ദൈവവുമായി ഒന്നായി ചേരുക, in communion with the Father on the Sabbath. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വി ലേ അസൈഡ് അവർ ലേബർ, ബാക്കി കാര്യങ്ങളെ, അനാവശ്യമായ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനം, ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ദൈവവുമായി ഒന്നിച്ചേരുക, ദൈവത്തെ ആരാധിക്കുക, ഇതൊക്കെയാണ് സാബത്ത് ദിവസം ചെയ്യേണ്ടത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് ദ റിയൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സാബത്ത് is for God to manifest himself in our lives and for us to reflect his love by doing acts of mercy in the lives of others, even when we see that need on the new covenant Sabbath, the Lord's Day. അപ്പൊ ഇതാണ് ശരിക്കും ഉദ്ദേശിക്കുക. അതായത് യാതൊരു പണിയും ചെയ്യാതിരിക്കുക, ഒരു നന്മ പ്രവർത്തിയും ചെയ്യാതിരിക്കുക എന്നുള്ള അല്ല അവിടെ ചെയ്യേണ്ടത്. നമ്മള് ദൈവസ്നേഹം നമ്മളിൽ വെളിപ്പെടണം. അതെങ്ങനെയാണ്? ത്രൂ ആക്ട്സ് ഓഫ് മേഴ്സി, ബൈ ഡൂയിങ് ആക്ട്സ് ഓഫ് മേഴ്സി. നമുക്കറിയാം കാരുണ്യ പ്രവർത്തികൾ ഇതൊക്കെ ചെയ്യുകയാണ് ചെയ്യേണ്ടത് സാബത്തിൽ ദിവസം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളിൽ ആരെങ്കിലും കാളയോ മറ്റേ പശുവൊക്കെ വീണാൽ നിങ്ങൾ രക്ഷിക്കുകയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈശോ ഇതെല്ലാം ചോദിക്കുന്നത്. കാരണം സാബത്ത് എന്ന് പറഞ്ഞാൽ നന്മ പ്രവർത്തികൾ ചെയ്യാതിരിക്കുക എന്നല്ല അർത്ഥം. നമ്മൾ കൂടുതൽ നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തെ തന്നെ നമ്മളിൽ കൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ശരിയായ സാബത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെറുതെ അനങ്ങാതിരിക്കുക എന്നുള്ള അല്ല, ദൈവസ്നേഹം വെളിപ്പെടുത്തുക, ദൈവത്തോട് ഒന്നായി ചേരുക, ആക്ട്സ് ഓഫ് മേഴ്സികൾ ചെയ്യുക. ഇതാണ് സാബത്തിന്റെ ശരിയായ അർത്ഥം. അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ സാബത്തിൽ തന്നെ ഈ അത്ഭുതം ചെയ്യുന്നത്. 14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളില്, പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ നേരിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. അപ്പോൾ കൂടുതൽ മോശമായതൊന്നും എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താണ്? വാട്ട് വാസ് ദ സംതിങ് വേഴ്സ് ദാൻ സഫറിംഗ് ഫോർ 38 years? What does Jesus mean by this warning? ഈ 38 വർഷം സഹിച്ചതിനേക്കാളും കൂടുതൽ മോശമായിട്ട് ഇനി എന്താണ് സംഭവിക്കാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് ഈശോ ഈ മുന്നറിയിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? To neglect the inner spiritual healing is to risk something worse than his disease. The risk is his immortal soul. അപ്പം നമ്മൾ മുന്നേ കണ്ടു, ഇവിടെ ഈശോ പറയുന്നുണ്ട്, ഈ
ഈ ആളുടെ അസുഖം പാപവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഫിസിക്കലായിട്ടുള്ള അസുഖമല്ല ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പ്രശ്നം, സോളിന് സംഭവിക്കാവുന്ന അസുഖമെന്നോ അല്ലെങ്കിൽ മരണമെന്നോ നമുക്കെന്നറിയാം. അപ്പോൾ കൂടുതൽ റിസ്ക് എന്ന് പറയാവുന്നത് അനശ്വരമായ സോളിനെ നശിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ റിസ്ക്. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ മോശമായത് സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്തതെന്ന് ഈശോ പറയാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ടാണല്ലോ ഈശോ നമ്മുടെ ഇഗ്നേഷ്യസ് ലയോളയൊക്കെ മാനസാന്തരപ്പെട്ട ദൈവവചനം, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. In the case of this individual, his sin was linked to suffering. Old covenant believers thought every physical ailment was the result of some sin committed by the individual or by his parents. അപ്പൊ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു വിശ്വാസമായിരുന്നു, എന്ത് അസുഖം വന്നാലും അത് ഏതെങ്കിലും ഒരു പാപത്തിന്റെ ഫലം, ഒന്നെങ്കിൽ ആ ആളുടെ അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കൾ ചെയ്ത പാപത്തിന്റെ ഫലം. നമ്മൾ ഇതിനു മുന്നേ കാണുന്നുണ്ട്, ഈ ആൾക്ക് ഈ കണ്ണ് കാണാൻ മേലാത്തതല്ല, ഈ അസുഖം വന്നത് ഇയാളുടെയോ ഇയാളുടെ പൂർവ്വ പിതാക്കന്മാരുടെയോ പാപത്തിന്റെ ഫലമാണോ എന്നൊക്കെ ശിഷ്യന്മാർ ചോദിക്കുന്ന സ്ഥലമുണ്ടല്ലോ. അപ്പൊ അത് അവർ വിചാരിച്ചിരുന്നത് എല്ലാ അസുഖങ്ങളും പാപത്തിന്റെ ഫലമായിട്ടാണെന്നാണ്. ജീസസ് ക്ലിയർലി ടോട്ട് ദാറ്റ് ദിസ് വാസ് നോട്ട് ഓൾവേസ് ദ കേസ്. എല്ലായ്പ്പോഴും ഒരാൾക്ക് അസുഖം വരുന്നത് പാപത്തിന്റെ ഫലമായിട്ടല്ല. അങ്ങനെയും വരാം, കാരണം ഈ കേസിൽ പാപവുമായിട്ട് ലിങ്ക് ചെയ്താണ് ഈശോ സംസാരിക്കുന്നത്. നമ്മൾ ആ കണ്ണ് കാണാത്ത ആളുടെ കാര്യം ജോൺ 9-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈശോ പറയുന്നുണ്ട്, ഹി വാസ് ബോൺ ബ്ലൈൻഡ് സോ ദാറ്റ് ദ വർക്ക്സ് ഓഫ് ഗോഡ് മൈറ്റ് റിവീൽഡ് ഇൻ ഹിം. അപ്പൊ എല്ലാ അസുഖങ്ങളും പാപത്തിന്റെ ഫലമായിട്ടല്ല എന്ന് പറയുന്നു. ജീസസ് വാണ്ട്സ് ദ മാൻ ഹി ഹീൽഡ് അറ്റ് ബെത്സൈദ ദാറ്റ് ഹിസ് ക്യൂർ ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ് ദാറ്റ് മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ എ കൺവേർഷൻ ഓഫ് ഹാർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പാപത്തിന്റെ ഫലമായി ഉണ്ടായ ഒരു അസുഖമാണെന്ന് പറയുന്നത്. ഇവിടെ ഒരു മാനസാന്തരത്തിന്റെ ഫലമായിട്ട്, അതുകൊണ്ടാണ് നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നോ എന്ന് ഈശോ ചോദിച്ചത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ വാൺ ചെയ്യുന്നത്, കൂടുതൽ മോശമായി സംഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത് എന്ന് വാൺ ചെയ്യുന്നത്. ദിസ് തേർഡ് സൈൻ ഈസ് therefore a sign of the spiritual resurrection promised in the new covenant. അപ്പോൾ ഇതാണ് ഈ 3-ാമത്തെ അത്ഭുതത്തിന്റെ പ്രത്യേകത. ഈ സൈന് റെപ്രസെന്റ് ചെയ്യുന്നത് സ്പിരിച്വൽ റിസറക്ഷൻ, അതായത് പാപമോചനത്തെ, ആത്മാവിന്റെ രക്ഷയെയാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. 17-18 വരെ യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. Putting his answer in human terms, Jesus compares himself to a son who imitates his father to learn his father's trade skills. Jesus is the apprentice of Yahweh, learning by observation and imitation to the skills of the father and by obedience to all he hears from the father. അപ്പൊ ഇതാണ് ഈശോ പറയുന്നു, പിതാവ് ചെയ്തതാണെന്നല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ചൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല, എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലനേഷൻ എന്ന നിലയിൽ ഇവിടെ പറയുന്നതാണ്. ഈശോ പിതാവായ ദൈവം ചെയ്ത് കാണുന്നത് തന്നെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിതാവും സാബത്തില് ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ സാബത്തില് ഈശോയും പ്രവർത്തിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തില് ജീസസ് അഡ്രസ്സസ് ദ സെയിം ഇഷ്യൂ ഓഫ് ദ സാബത്ത് റെസ്ട്രിക്ഷൻ. നമ്മൾ കണ്ടതാണ്, സാബത്തില് എന്തെങ്കിലും ചെയ്യാമോ എന്നുള്ളതിനെ പറ്റി ഉള്ള എക്സ്പ്ലനേഷൻ ഈശോ അവിടെയും പറയുന്നുണ്ട്. പിന്നെ 1 സാമുവേലില് ഡേവിഡ് ആൻഡ് ഹിസ് മെൻ വെയർ അലൗഡ് ടു ഈറ്റ് ദ ബ്രെഡ് ഓഫ് ദ പ്രസൻസ് ഇൻ ദ ടബർനാക്കിൾ. സാബത്തില് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന അപ്പം എടുത്ത് ഡേവിഡും അനുചരന്മാരും ഭക്ഷിച്ചതിനെ പറ്റി ഉള്ള വിവരണങ്ങളൊക്കെ നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് സൂചിപ്പിക്കുന്ന എന്താണ്, സാബത്തിൽ ഒരു പണിയും ചെയ്യരുത് എന്നല്ല, നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ജീസസ് പോയിന്റ് ഈസ് ദാറ്റ് those who have been anointed by God are not bound by the Sabbath restrictions because they are fulfilling the will of God. അപ്പൊ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നവര് ഈ മാനുഷികമായ നിയമങ്ങളാൽ ബന്ധനത്തിലല്ല, കാരണം അവര് ദൈവത്തിന്റെ വില്ലാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്.
What statement does Jesus make in verse 17 that enrages the Jews to the point that they conspire to kill him? അപ്പം ഈശോയെ കൊല്ലണം എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഏത് കാര്യം ഈശോ പറഞ്ഞപ്പോഴാണ് അവർക്ക് ഭയങ്കരമായ അരിശം വരികയും ഈശോയെ കൊല്ലണം എന്ന് തോന്നുകയും ചെയ്തത്? അപ്പൊ ഇതാണ് ബൈ കോളിംഗ് ഗോഡ് ഹിസ് ഫാദർ, ജീസസ് ക്ലെയിമിംഗ് ദ സ്റ്റേറ്റസ് ഓഫ് ഡിവൈൻ സൺഷിപ്പ് ഫോർ ഹിംസെൽഫ്. അപ്പൊ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചപ്പോൾ ഈശോ സ്വന്തം ദൈവപുത്രനായിട്ട് ഇവിടെ പറയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അത് കേട്ടപ്പോഴാണ് ഈശോയെ കൊല്ലണം എന്ന് ജൂസ് വിചാരിക്കാൻ തുടങ്ങിയത്. He's declaring himself equal with God, for although the Son is less than the Father in his humanity, he's equal to God the Father in his divinity. കാറ്റഗിസം 253-54 ഇത് കൃത്യമായി പറയുന്നത് പോലെ ഈശോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ ഈശോ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ പിതാവിന് തുല്യനല്ല, പക്ഷേ അവന്റെ ദൈവത്വത്തില് അവൻ പിതാവിന് സമനാണ്, തുല്യനാണ്. അപ്പം അതുകൊണ്ടാണ് ഈശോ ഗോഡ് ദ ഫാദർ എന്ന് പറയുമ്പോൾ ഇവര് യൂസ് വിചാരിക്കുന്ന ഈശോ ദൈവനിഷേധം പറയുകയാണെന്നും ഈശോയെ കൊല്ലണമെന്ന് വിചാരിക്കാനുള്ള കാരണം ഇതാണ്. ഇപ്പോൾ സമയം